ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. ലൈഫ് ഓഫ് മാൻഗ്രോ എന്ന് പറയുന്ന മൂവിയിൽ മെയിൻ കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ 9th പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മൂവിയാണിത്. ഇപ്പോൾ 3 മൂവി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് പേടിയില്ലായിരുന്നു എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇതുവരെ റീൽസൊക്കെ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് വേറെ ഇതൊന്നും അറിയത്തില്ല. ക്യാമറയുടെ മുന്നിലേക്ക് തന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല പേടിയില്ലായിരുന്നു. പക്ഷേ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി ഉമ്മർക്ക, ഹംസക്ക, അതുപോലെ എൻ ബൈജു സാർ, അവരുടെയൊക്കെ സഹായത്തോടു കൂടി, ശോഭ ചേച്ചി, എല്ലാവരുടെയും സഹായത്തോടു കൂടി നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മൂവിക്ക് വേണ്ടിയിട്ട് എൻ്റെ മുടി മൊട്ടയടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വളർന്നു വരികയാണ്. പിന്നെ ക്രിറ്റിക്സ് അവാർഡ് കിട്ടി, നല്ല സന്തോഷമുണ്ട്. താങ്ക് യു. അപ്പം ഇനി അതിനത് പരിചയപ്പെടുത്തേണ്ട വേറെ വേഷത്തിൽ സതീഷാണ്. സതീഷ് നന്നായിട്ട് ചെയ്തിരുന്നു അച്ഛൻ്റെ വേഷങ്ങൾ. ഒരു അച്ഛൻ്റെ വേഷം നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുന്ന ഒരു പാട്ട് പോലും ഈ സിനിമയിലുണ്ട്. അപ്പോൾ സതീശൻ നമസ്കാരം. എൻ്റെ ആദ്യത്തെ സിനിമയിലാണ്. എനിക്കധികം സംസാരിച്ച പരിചയമൊന്നുമില്ല. വൈസാറിൻ്റെ കീഴിൽ വൈസാറ് പറഞ്ഞത് ഞാൻ ചെയ്തു. പിന്നെ ഐഷ ചെയ്യുന്നത് കണ്ട് നോക്കിയിട്ടാണ് ഞാനും ചെയ്യാൻ പഠിച്ചു തുടങ്ങിയതൊക്കെ. പിന്നെ ഇത് ഒരു പരിസ്ഥിതി ചിത്രം കൂടിയാണ്. പിന്നെ 2024 ഫിലിം ക്രിറ്റിക്സിൻ്റെ അവാർഡ് കിട്ടി. അതിനൊരു സന്തോഷം. ഇതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞാലും എനിക്ക് സന്തോഷമുണ്ട്. ഇനി അടുത്തായിട്ട് പരിചയപ്പെടുത്തേണ്ടത് നമ്മുടെ ഈ സിനിമയുടെ കൺട്രോളറാണ് ശ്യാമപ്രസാദ്. അദ്ദേഹം ഒരുപാട് വലിയ സിനിമകളിൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഒരു കുഞ്ഞു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി, കാരണം ഇങ്ങനെ ഒരു പരിസ്ഥിതിയുടെ ഒരു മൂവ്മെന്റ് ആയതുകൊണ്ട് ഈ സിനിമ ഉണ്ടായ കാലം തൊട്ട്, കാരണം ഈ ഓരോ മൂവ്മെന്റിലും നമ്മുടെ കൂടെ നിന്ന ഒരാളാണ് ശ്യാമപ്രസാദ് ചേട്ടൻ. നമ്മൾ ചേട്ടാന്ന് വിളിക്കും. ഇതിലൂടെ അദ്ദേഹം വലിയ സിനിമകളുടെ പിന്നാമ്പുറങ്ങളിലൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത അദ്ദേഹം നമ്മുടെ ഈ കൊച്ചു സിനിമ ഏറ്റെടുക്കാൻ, അത് വേണ്ട രീതിയിൽ അതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് സഹായമായി അദ്ദേഹത്തിൻ്റെ ഒരു നല്ല റെസ്പോൺസ് നമ്മുടെ ഈ പടത്തിൻ്റെ എല്ലാ കൺട്രോളിംഗ് മേഖലയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫിലിമിൻ്റെ കൺട്രോളറായ ശ്യാമപ്രസാദിനെ 2 വാക്കും ഇതിനു വേണ്ടി പറയാനുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമ തികച്ചും കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള എങ്ങനെ ഒരു പരിസ്ഥിതി നിലനിർത്തണം, നാളത്തേക്കുള്ള നമ്മുടെ സമൂഹം എങ്ങനെ വളരണം, ഒരു അസുഖം വന്നാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, അതിൽ പ്രകൃതിക്ക് ഉള്ള നമുക്കുള്ള ഒരു എന്താണ്, പ്രകൃതിയോടുള്ള ഒരു കടപ്പാട് എന്താണെന്ന്, അതെങ്ങനെ കൊണ്ടു നടക്കണമെന്ന് ഉള്ള ഒരു മെസ്സേജുള്ള സിനിമയാണ്. ഒത്തിരി സിനിമകൾ ഇവിടെ നടക്കുന്നുണ്ട്. വലിയ താരങ്ങളുടെയും നല്ല നല്ല സിനിമകളുടെ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട്. അതിൽ ചെറിയൊരു സിനിമയായത്, പക്ഷേ ഇതെല്ലാവരും കാണണം, ഓരോ കുടുംബവും കാണണം. ഇന്ന് ഏറ്റവും കൂടുതൽ പടർന്നുകൊണ്ടിരിക്കുന്ന രോഗമാണ് ക്യാൻസർ. അതേപോലെ തന്നെ പരിസ്ഥിതി, എല്ലായിടത്തും മരങ്ങളും കാടുകളും ഒക്കെ മാറുകയും ഇന്നത്തെ കാലഘട്ടം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന് ഇതൊരു മെസ്സേജാണ്. എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുക. ഒരു കൊച്ചു സിനിമയാണെങ്കിലും എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ വരിക, അല്ലെങ്കിൽ OTT കാണുക എന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ഒത്തിരി സപ്പോർട്ട് ആവശ്യമുണ്ട്. എല്ലാവരും ഓൺലൈൻ മീഡിയയിലൂടെയാണ് ഇന്ന് സിനിമ കാണുന്നത്. ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. അപ്പം ഇനി എല്ലാവരും നമ്മളോട് ഉണ്ടാവണം, എല്ലാവരും ഇനി വേണ്ടി സഹകരിക്കണം. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സാമ്പത്തികം മുടക്കിയിട്ടുള്ള നിർമ്മാതാക്കൾ, അവർക്ക് ഇത് തിരിച്ചു കിട്ടണം. ഈ മെസ്സേജ് എല്ലാവരും എത്തണം. അപ്പം എല്ലാവരും സഹായം ഉണ്ടാവണം. നന്ദി, നമസ്കാരം. അങ്ങേരുടെ പറഞ്ഞൊരു വലിയ കാര്യമാണ്. കാര്യം നമ്മൾ ഇങ്ങനെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറിന്റെ പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളൊരു വലിയ കാര്യമുണ്ട്. ഇതിപ്പം അന്താരാഷ്ട്ര ഫെസ്റ്റിവലുകളിലൊക്കെ പോയി തിരികെ മേടിക്കാനും ഉൾപ്പെടെ തന്നെ അതിലുൾപ്പെടെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആ തിയേറ്റർ റിലീസിംഗ് എന്ന് പറഞ്ഞ വലിയൊരു കടമ്പയിലേക്ക് ഈ പടം കണ്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സമാന്തര സിനിമകൾ തിയേറ്ററിലേക്ക് സജീവമായി വരുമ്പോൾ നമ്മുടെ ആസ്വാദന നിലവാരം ഒരുപാട് വരും. കാരണം ഈ ജനങ്ങൾക്ക് ഈ സിനിമ കാണും. ഇപ്പോൾ സംസ്ഥാന അവാർഡ് കിട്ടുന്ന പടങ്ങളും ജനങ്ങൾ കാണുന്നില്ല. അപ്പോൾ കാണാനൊരു അവസരം കൂടെ നമുക്ക് തിയേറ്ററിന്റെ ഭാഗത്തുനിന്നാണ്. അത് നമ്മൾ മീഡിയകളാണ് ഈ സാധനം മുന്നോട്ട് എത്തിച്ചാൽ മാത്രമേ ജനങ്ങൾ ഇത് കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ഈ പ്രസ് മീറ്റിന് കാര്യമുള്ളത്. ഇപ്പോൾ നമ്മുടെ PR ഷെജിനൊക്കെ ഈ കാര്യത്തിൽ നന്നായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഇങ്ങനെ ഒരു പടങ്ങൾ ജനങ്ങൾ കാണണം. അപ്പോൾ അത് അതേപോലെ തന്നെ നിങ്ങളുടെയൊക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്നത്. ഇനി അടുത്തായിട്ട് ഇതിനകത്ത് മെയിനായിട്ട് വേറൊരു വേഷം ചെയ്തത് ഇപ്പം മറ്റേ സുധീർ കരമന, ദിനേശ് പണിക്കർ, റിയാസ് ബക്കർ, അവരോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വേഷം ചെയ്ത ഒരാളാണ് വി മോഹൻ സാറ്. തിരുവനന്തപുരമാണ് സാറ്. ഇതിനകത്ത് ഡോക്ടറായിട്ടാണ് വിളിച്ചത്. സാറ് നമുക്കിതിനു വേണ്ടി 2 വാക്കും.
നമസ്കാരം. ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്ന സമയം മുഴുവനും ഇങ്ങനെ ഒരു കഥ തിരഞ്ഞെടുത്ത് നമ്മുടെ ഡയറക്ടർ ബൈജു സാറിന് എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. ഈ സിനിമ എന്ന് പറയുന്നത് നമ്മൾ ധാരാളം സിനിമ കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട്, പുതിയ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, പഴയ സിനിമകൾ കണ്ടു ഒക്കെ ആണെങ്കിൽ പോലും ഇത്തരം ഒരു കഥ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു മഹാധൈര്യം കാണിച്ച ആ നല്ല വ്യക്തിയോട് എനിക്ക് പ്രത്യേകിച്ച് അഭിനന്ദനം അറിയിക്കുന്നു. മാത്രമല്ല, ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ വേഷം തന്നെ ഫസ്റ്റ് സിനിമയിൽ തിരഞ്ഞെടുത്ത് അത് വളരെ വിജയമായി അഭിനയിച്ച് തീർത്ത നമ്മുടെ കൊച്ചുമിടുക്കി ഐശ്വര്യയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുകയാണ്. എന്തായാലും വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ തന്നെ നല്ലൊരു അഭിപ്രായം ഞങ്ങൾക്ക് നേടാൻ തന്നെ കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയത്. ക്രിട്ടിക്സ് അവാർഡ് മാത്രമല്ല, ഇനി മറ്റുള്ള നമ്മുടെ സിനിമ സംബന്ധമായിട്ടുള്ള മറ്റു പ്രോഗ്രാംസിനൊക്കെ പോയി ഞങ്ങൾ അറിയിക്കുന്നു. അല്ലെങ്കിൽ അത് അയക്കുമ്പോഴേക്കും ഏത് മേഖലയിലാണോ അയക്കുന്നത് അവിടെയെല്ലാം ഞങ്ങൾക്ക് എന്തായാലും ലൈഫ് ഓഫ് മൈ ഗ്രാമിനെ കുറിച്ച് ഒരു അവാർഡോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പരാമർശം ഉണ്ടാകും എന്ന് തീർച്ചയാണ്. എന്തായാലും നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ മറ്റന്നാൾ ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുകയാണ്. എല്ലാവരും പത്രപ്രവർത്തകരായ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും ആ സിനിമ തിയേറ്ററിൽ തന്നെ ചെന്ന് കാണണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വരുന്നുണ്ട്. സ്നേഹവും